മാനന്തവാടിയെ വിറപ്പിച്ച തണ്ണീർക്കൊമ്പനെ ലോറിയിലേക്ക് കയറ്റുകയാണ്. മയക്കുവെടി വെച്ച് ശേഷം മണിക്കൂറുകളാവുന്നു. ഏതാണ്ട് 5:30 കൂടിയാണ് മയക്കുവെടി വെച്ചത്. ഇപ്പോൾ 4 മണിക്കൂറിലധികം പിന്നിടുന്നു. ആ മയക്കുവെടിയുടെ മയക്കത്തിൽ നിന്ന് കൊമ്പനെ കുങ്കിയാനകളുടെ സഹായത്തോടെ ലോറിയിലേക്ക് കയറ്റുകയാണ്. ഒരു വാഴത്തോട്ടത്തിനടുത്ത് ചതുപ്പ് നിറഞ്ഞ പ്രദേശത്തായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് വടമുപയോഗിച്ച് കെട്ടിവലിക്കുന്നു. ആ വഴിയൊരുക്കി JCB ഉപയോഗിച്ച് വഴിയൊരുക്കി ഇപ്പോൾ കുങ്കിയാനകളുടെ സഹായത്തോടുകൂടി തള്ളി നീക്കുകയാണ് കൊമ്പനെ. സുർജിത്ത് അയ്യപ്പത്തി ചേരുന്നുണ്ട്. സുർജിത്ത്, അങ്ങനെ ആ ദൗത്യത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുന്നു. കൊമ്പനെ ലോറിയിലേക്ക് തള്ളിക്കയറ്റിയോ? ലോറിയിലേക്ക് തള്ളിക്കയറ്റുന്ന ആ കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. കുങ്കിയാനകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ആ ആനയെ തള്ളി ഈ ലോറിക്കകത്തേക്ക് കയറ്റിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയ്ക്കാണ് ഇപ്പോൾ ഏവരും സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. 2 കുങ്കിയാനകളെ ഈ ദൗത്യത്തിനായി ഉപയോഗിക്കുന്നു. പുറകിൽ നിന്നും ഈ കുങ്കിയാനകൾ തള്ളി ഈ ലോറിയിലേക്ക് കയറ്റിക്കൊണ്ടിരിക്കുന്നതാണ് ഈ കാഴ്ച. എന്തായാലും ദൗത്യം അവസാന ഘട്ടത്തിലേക്ക് അടുക്കുകയാണ്. അത് കയറാതെ ഇങ്ങനെ തന്നെ നിലയുറപ്പിച്ച് നിൽക്കുകയാണ്. തള്ളി ആനയെ കയറ്റുകയാണ് ഈ എലിഫന്റ് ആംബുലൻസിലേക്ക്. ആ ലോറി സജ്ജമാക്കിയിരിക്കുന്നു. നേരത്തെ തന്നെ ഈ മണ്ണ് കുഴിച്ചെടുത്തുകൊണ്ട് ലോറി ചെരിഞ്ഞ പ്രതലത്തിലേക്ക് താഴ്ത്തി വെക്കുകയാണ്. ആനയ്ക്ക് സുഗമമായി കയറാൻ വേണ്ടിയാണ് അങ്ങനെ വഴിയൊരുക്കിയത്. കുങ്കിയാനകൾ പിറകിൽ നിന്ന് അതായത് ഈ തണ്ണീർക്കൊമ്പന്റെ പിറകിൽ നിന്ന് തള്ളുന്നുണ്ട്. പക്ഷേ ഈ ആന കയറാൻ കൂട്ടാക്കുന്നില്ല. അതാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. എത്ര നേരം അത് അങ്ങനെ പിടിച്ചു നിൽക്കും എന്നുള്ളതാണ്, ആ കാര്യത്തിലാണ് വ്യക്തത വേണ്ടത്. എന്തായാലും അതിന്റെ പിറകിലെത്തിയിട്ടുണ്ട്, ഈ ലോറിയുടെ പിറകിലെത്തിയിട്ടുണ്ട്. ആ ലോറിക്ക് പിറകിലേക്ക് ഇതിനെ കയറ്റാനുള്ള ശ്രമമാണ് നടത്തുന്നത്. വടം ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് മുൻഭാഗത്തു നിന്ന് വലിച്ചും അതോടൊപ്പം തന്നെ ഈ കുങ്കിയാനകൾ പിറകിൽ നിന്ന് തള്ളിയുമാണ് ആനയെ ഇതുവരെ എത്തിച്ചത്. ഇതിനുശേഷം ഇപ്പോൾ ആ ലോറിയിലേക്ക് ഘട്ടം ഘട്ടമായി ഇതിനെ കയറ്റാനുള്ള ഒരു ശ്രമമാണ് നിലവിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അത് കയറാൻ കൂട്ടാക്കാത്ത ഒരു സ്ഥിതിയായി ഇപ്പോൾ ആ ഒരു കാഴ്ചയാണ് നമുക്ക് ഇപ്പോൾ ഇവിടെ നിന്നും കാണാൻ കഴിയുന്നത്. കുങ്കിയാനകളെ ഉപയോഗിച്ചുകൊണ്ട് അതിനെ തണ്ണീർക്കൊമ്പനെ തള്ളി ഈ ഇതിനകത്തേക്ക് കയറ്റാൻ ഉള്ള നീക്കമാണ് നടത്തുന്നത്. പക്ഷേ ലോറിയിലേക്ക് കയറുന്നില്ല. അത് അതിൻ്റെ അരിക് ഭാഗത്തേക്കായി മാറി നിൽക്കുന്നു. പരമാവധി അതിനെ 2 ആനകളെ ഉപയോഗിച്ചുകൊണ്ടും തള്ളി കയറ്റാനുള്ള ശ്രമം നടത്തുന്നു. അതിങ്ങനെ തിരിഞ്ഞും മറിഞ്ഞും നിൽക്കുന്ന ഒരു സ്ഥിതിയാണ്. അത്ര സുഗമമായ ദൗത്യമല്ല. ഈ ദൗത്യം അവസാന ഘട്ടത്തിലേക്ക് അടുക്കുമ്പോൾ സ്വാഭാവികമായും അത് ഈ ഇതിനകത്തേക്ക് ലോറിക്കകത്തേക്ക് കയറാതെ നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. പക്ഷേ വടം കൊണ്ട് അതിനെ ബന്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റ് അനിഷ്ട സംഭവങ്ങൾക്കൊന്നും ഒരു തരത്തിലുള്ള സാധ്യതയുമില്ല. അത് മയങ്ങി നിൽക്കുന്ന സ്ഥിതിയാണ്. ആ മയങ്ങി നിൽക്കുന്ന സ്ഥിതിയിൽ പോലും ആന അകത്തേക്ക് കയറാൻ, അതായത് ഈ ലോറിയിലേക്ക് കയറാൻ ഇപ്പോൾ നിലവിൽ ആ ലോറിയിലേക്ക് അതിൻ്റെ ഒരു മുൻഭാഗം കയറിയിട്ടുണ്ട്. പക്ഷേ അത് പിറകിലേക്ക് വളരെ ശക്തിയോടുകൂടി കുങ്കിയാനകൾ തള്ളിക്കയറ്റുകയാണ്. അതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ആന പരമാവധി വേഗത്തിൽ തന്നെ ഇടിച്ച് കയറ്റുന്ന ആ ഒരു കാഴ്ചയ്ക്കാണ് ഇപ്പോൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ആന പരമാവധി വേഗത്തിൽ അതിനെ തള്ളി അകത്തേക്ക് കയറ്റുന്നു. അതിനുശേഷം യൂക്കാലിപ്റ്റസ് മരങ്ങൾ കൊണ്ട് ഉള്ള ആ കൂടിനകത്ത് അതിനെ ബന്ധിക്കും. ആ മരക്കെട്ടുകളിലേക്ക് അതിനെ വടം ഉപയോഗിച്ച് ബന്ധിക്കും. അത് ഉടൻ തന്നെ ഇവിടെ നിന്നും യാത്ര തുടങ്ങുന്ന വിധത്തിലാണ് ക്രമീകരണങ്ങൾ പൂർത്തിയായിട്ടുള്ളത്. ഇന്ന് 5:35 ആ ദൗത്യത്തിൻ്റെ ആദ്യഘട്ടം വിജയിച്ചത്. ആദ്യ മയക്കുവെടി ഏറ്റു, പിന്നീട് ബൂസ്റ്റർ ഡോസ് നൽകി. അതിനുശേഷം ഇത്രയും സമയമെടുത്തിരിക്കുന്നു. ഈ സമയത്താണ് ആനയെ അകത്തേക്ക് കയറ്റാൻ കഴിഞ്ഞിട്ടുള്ള ആനയെ പൂർണ്ണമായും ഇപ്പോൾ കയറ്റിയിരിക്കുകയാണ്. ആളുകൾ ആഹ്ലാദാരവം മുഴക്കുന്നു. ആനയെ പൂർണ്ണമായും ലോറിക്കകത്തേക്ക് കുങ്കിയാനകളുടെ സഹായം കൊണ്ട് കയറ്റിയിരിക്കുന്നു. ഒരുപക്ഷെ ഇതിലെ യഥാർത്ഥ ഹീറോകൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഈ കുങ്കിയാനകൾ കൂടിയാണ്. ഈ കുങ്കിയാനകളില്ലെങ്കിൽ ഒരു തരത്തിലും ഈ ദൗത്യം പൂർണ്ണമായും നടക്കുകയില്ല. 3 കുങ്കിയാനകൾ, കോന്നി സുരേന്ദ്രൻ ഏറ്റവും അധികം ആരാധകരുള്ള ഒരു കൊമ്പൻ കൂടിയാണ് കോന്നി സുരേന്ദ്രൻ. ആ കോന്നി സുരേന്ദ്രനൊപ്പം വിക്രമും സൂര്യയും ഉൾപ്പെടെയുള്ള ആനകൾ ചേർന്നുകൊണ്ടാണ് ഈ കാട്ടാനയെ തണ്ണീർക്കൊമ്പനെ, കർണാടകയുടെ കോളാർ ID ഘടിപ്പിച്ചിട്ടുള്ള തണ്ണീർക്കൊമ്പനെ ഇപ്പോൾ ലോറിക്കകത്തേക്ക് പൂർണ്ണമായും കയറ്റിയിരിക്കുന്നത്. ഉടൻ തന്നെ വേഗത്തിൽ തന്നെ ഈ വടം കൊണ്ട് ബന്ധിക്കും. ആ വടം കൊണ്ട് ബന്ധിച്ച ശേഷമാണ് ഈ വടം കൊണ്ട് ബന്ധിച്ച ശേഷം ആകും ഇവിടെ നിന്നും യാത്ര തുടങ്ങുക. നേരെ പോകുന്നത് ബന്ദിപ്പൂരിലേക്കാണ്. മറ്റെവിടെയും ഈ വാഹനം നിർത്തുകയില്ല. ബന്ദിപ്പൂരിലേക്ക് പോയ ശേഷം ബന്ദിപ്പൂരിൽ ആനയെ അവിടെ കാട്ടിൽ
തുറന്നുവിടുക, ഹൂഡി എന്ന് പറയുന്ന റേഞ്ചിന് കീഴിലുള്ള പ്രദേശത്ത് തുറന്നുവിടാനുള്ള നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. ആ നിർദ്ദേശം പാലിച്ചുകൊണ്ട് തന്നെ ആനയെ അവിടേക്ക് തുറന്നുവിടാനുള്ള ആ ഒരു ദൗത്യമാണ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ജനസാഗരമായി മാറിയിരിക്കുന്നു ഈ മാനന്തവാടിയുടെ ഈ നഗരഹൃദയത്തിലുള്ള ഈ ചതുപ്പ് പ്രദേശത്തോട് ചേർന്ന് കിടക്കുന്ന ഈ മേഖല. അത്രമാത്രം ആളുകൾ ഈ ആനയെ കാണാൻ വേണ്ടി ആനയെ കയറ്റിക്കൊണ്ടുപോകുന്ന ആ രംഗം കാണാൻ വേണ്ടി ഇവിടെ ആളുകൾ കൂടി നിൽക്കുന്ന ഒരു കാഴ്ച അതാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ആനയെ ഇപ്പോൾ സുരക്ഷിതമായ രീതിയിൽ തന്നെ പിറകിൽ നിന്ന് തള്ളി ആദ്യം അത് വിസമ്മതിച്ചെങ്കിലും പിന്നീട് അത് ഈ കുങ്കിയാനകളെ ഉപയോഗിച്ചുകൊണ്ട് അതിനെ തള്ളി അകത്തേക്ക് കയറ്റിയിരിക്കുകയാണ്. പൂർണ്ണമായും ഇപ്പോൾ ആന ലോറിക്ക് അകത്തു തന്നെയാണ്. നേരത്തെ കഴിഞ്ഞ ജനുവരി 16-ാം തീയതിയാണ് ഹാസൻ മേഖലയിലും ബേലൂർ മേഖലയിലും വലിയ രീതിയിലുള്ള പ്രതിസന്ധി സൃഷ്ടിച്ച തോട്ടങ്ങളിലേക്ക് ഇറങ്ങിയ ഈ ആനയെ കർണാടക വനംവകുപ്പ് പിടികൂടി അതിനെ കോളർ ID ഘടിപ്പിച്ച ശേഷം അതിനെ നാഗർഹോളെ വനമേഖലയിലേക്ക് കൊണ്ടുവന്നാക്കിയത്. അത് ഏതാനും ദിവസങ്ങൾ 2 ആഴ്ചകൾ തന്നെ പിന്നിടുമ്പോൾ ഈ ആന വേഗത്തിൽ ഈ പൊടുന്നനെ കേരളത്തിൻ്റെ വനമേഖലയിലേക്ക് കടന്നു വരുന്നു. ഒരുപക്ഷെ ഇത് ഈ തലപ്പുഴ ആ മേഖലയിലൂടെയാകാം കടന്നു വന്നിരിക്കുന്നത് എന്നാണ് അനുമാനിക്കുന്നത്. നാഗർഹോളെ വനമേഖലയിൽ നിന്നുമാണ് കേരളത്തിൻ്റെ ഭാഗമായ വനമേഖലയിലേക്ക് കടന്നു വന്നത്. ഇന്ന് പുലർച്ചെ മുതൽ എടവക പഞ്ചായത്തിൻ്റെ വിവിധ മേഖലകളിൽ ഈ ആനയെ കാണുന്നു. അതിനുശേഷം ഈ ആന നേരെ എത്തുന്നത് മാനന്തവാടി നഗരത്തിലേക്കാണ്. മാനന്തവാടി നഗരത്തിൽ എത്തിയതിനു ശേഷം പിന്നീട് കോടതി പരിസരത്ത് നിലയുറപ്പിക്കുകയായിരുന്നു. കോടതി പരിസരത്ത് നിലയുറപ്പിച്ച ശേഷം അതിനെ താഴേക്ക് ഈ കൊല്ലിയിലേക്ക് ആട്ടുകയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ചെയ്തത്. പിന്നീട് അത് ഇവിടെ തന്നെ നിലയുറപ്പിക്കുകയായിരുന്നു. പിന്നീട് ഉച്ചയ്ക്ക് ശേഷം മയക്കുവെടി ഉതിർക്കാനുള്ള ഉത്തരവിറങ്ങുകയും ആ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ മയക്കുവെടി വയ്ക്കുകയും ചെയ്തു. 5:35-നാണ് ഈ ദൗത്യം വിജയം കണ്ടത്. ആദ്യ മയക്കുവെടി വെച്ചത് ബയോളജിസ്റ്റും ഒപ്പം തന്നെ ഈ വെറ്റിനറി ടീമിൻ്റെ ഭാഗമായിട്ടുള്ള വിഷ്ണുവാണ്. ആദ്യം മയക്കുവെടി വെച്ചു. അതിനുശേഷം രണ്ടാമത്തെ മയക്കുവെടി ബൂസ്റ്റർ ഡോസ് നൽകിയത് ഡോക്ടർ അജേഷ് മോഹൻദാസ് ആണ്. വെറ്റിനറി ഫോറസ്റ്റ് ഓഫീസറാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ ദൗത്യം നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നീട് ഇത്ര സമയം കഴിഞ്ഞു ആന മയങ്ങിയതിന് ശേഷമാണ് മറ്റ് ക്രമീകരണങ്ങൾ നടത്തിയത്. ഇതിനിടയിൽ കുങ്കിയാനകൾ 3 എണ്ണത്തിനെ ഇവിടേക്ക് എത്തിച്ചു. ഒപ്പം തന്നെ JCB എത്തിച്ചു. വഴി വെട്ടിയ ശേഷം ഈ ലോറിക്ക് ഇറങ്ങാൻ പാകത്തിന് കുഴിയെടുത്തു. ആ കുഴി ഈ ചെരിവ് തലത്തിലേക്ക് ലോറി ഇറക്കി വെച്ചു. പിന്നീട് വടവും ഉൾപ്പെടെ കെട്ടി മുന്നിൽ നിന്ന് വലിച്ചും അതോടൊപ്പം തന്നെ പിറകിൽ നിന്ന് കുങ്കിയാനകൾ തള്ളിയും ഈ ആനയെ ഇതിന് പരിസരത്തേക്ക് എത്തിച്ചു. കുഴിയെടുത്ത ശേഷം നേരെ ലോറി താഴേക്ക് ഇറക്കി. അതിനുശേഷമാണ് ഇതിനകത്തേക്ക് കുങ്കിയാനകളുടെ കരുത്ത് ഉപയോഗിച്ചുകൊണ്ട് ഈ കൊമ്പനെ പിന്നീട് ലോറിക്കകത്തേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇപ്പോൾ എന്തായാലും ലോറിക്കകത്ത് ആന കയറിയിരിക്കുന്നു. ആനയ്ക്ക് വടം ഉൾപ്പെടെ കെട്ടുന്ന ആ ഒരു ദൗത്യമാണ് നടത്തുന്നത് ഈ ടീം എന്ന് പറയുന്നത്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് ഇടപെടൽ നടത്തിയിട്ടുള്ള നേരത്തെ PT7-നെയും PM2-നെയും ഉൾപ്പെടെ പിടിച്ചിട്ടുള്ള ആ ടീമാണ്. അത്തരം അരിക്കൊമ്പനെ ഉൾപ്പെടെ പിടിച്ചിട്ടുള്ള RRT ടീമാണ് വയനാടിനെ സംബന്ധിച്ചുള്ളത്. വയനാട്ടിൽ നിന്നുള്ള ഈ സംഘം അത്രമാത്രം ഇത്തരത്തിലുള്ള ഈ ആനകളെ പിടികൂടുന്നതിൽ പ്രത്യേക വൈദഗ്ധ്യം ലഭിച്ച സംഘമാണ്. ആ സംഘത്തിൻ്റെ പ്രവർത്തനത്തിൽ ഒരു പൊൻതൂവൽ കൂടി ഈ ഒരു മിഷൻ കൂടി വിജയിച്ചിരിക്കുന്നു. തണ്ണീർ കൊമ്പൻ മിഷൻ കൂടി വിജയിച്ചിരിക്കുന്നു. ആ ദൗത്യം നടപ്പാക്കിയത് വയനാട്ടിലെ വനംവകുപ്പിന് കീഴിലുള്ള RRT സംഘമാണ്. ആ സംഘം ആ ദൗത്യം വിജയിപ്പിച്ചിരിക്കുന്നു. ഇനി വേണ്ടത് ഇതിൻ്റെ അവസാന ഘട്ടം പൂർത്തിയാവുകയാണ്. ആന പൂർണ്ണമായും കയറി. ഇനി അവസാന ഘട്ടം എന്ന് പറയുന്നത് ഇവിടെ നിന്നും നേരെ സുരക്ഷിതമായ രീതിയിൽ തന്നെ ബന്ദിപ്പൂർ വനമേഖലയിലേക്ക് ആനയെ എത്തിക്കുക എന്നുള്ളതാണ്. ആ ദൗത്യമാണ് നടപ്പാക്കുന്നത്. ആ ദൗത്യത്തിലേക്കാണ് ഈ ആനയെ കൊണ്ടുപോകുന്നത്. അതിൻ്റെ അവസാന ഘട്ടം വടം ഉപയോഗിച്ച് അതിനെ മരത്തിന് മുകളിൽ ബന്ധിക്കണം. അതായത് ഈ ലോറിക്ക് സമീപത്തുള്ള ലോറിയുടെ പുറകിൽ കെട്ടിവെച്ച യൂക്കാലി മരത്തിൻ്റെ തണ്ട് ആ തണ്ടിനോട് ചേർന്ന് ബന്ധിക്കണം. ആനയ്ക്ക് മറ്റ് പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് യൂക്കാലി തടി ഉപയോഗിക്കുന്നത്. അതിൻ്റെ കാരണം അത് ചതയുക മാത്രമാണ് ചെയ്യുക. നേരത്തെ പലപ്പോഴും ഈ PT7-ൻ്റെ പിടികൂടിയ ഘട്ടത്തിലെല്ലാം തന്നെ കൂട് ഉപയോഗിച്ചത് ഇത്തരം അത് ചതയും എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അതായത് മറ്റു മുറിവുകൾ ആനയ്ക്ക് ഉണ്ടാകില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് യൂക്കാലി മരത്തിൻ്റെ തടി ഉപയോഗിക്കുന്നത്. ആ തടി ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ആനയെ കൂട് പോലെ കെട്ടിയ അതിനുള്ളിലേക്കാണ് ആനയെ ബന്ധിപ്പിക്കുന്നത്. അതിലെ നീലവടം ഉപയോഗിച്ചുകൊണ്ട് ബന്ധിപ്പിക്കുന്നു. ഈ ആനയെ അല്പസമയത്തിനകം തന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോകും. അതിൻ്റെ അവസാന വട്ട ക്രമീകരണങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. ഇതിനുശേഷം മുത്തങ്ങ വഴി നേരെ ബന്ദിപ്പൂർ വനമേഖലയിൽ ഈ ആനയെ തുറന്നുവിടും. അതിൻ്റെ ആരോഗ്യസ്ഥിതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കാൻ ഈ കർണാടകയിൽ നിന്നുള്ള വനംവകുപ്പ് സംഘം ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. എന്തായാലും ആ ദൗത്യം അവസാന ഘട്ടത്തിലേക്ക് പോവുകയാണ്. ആ കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്.